വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ എല്ലാവരും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം സോഡാപ്പൊടി ഇടാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെയോ തപ്പുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സോഡാപ്പൊടി കൈ കിട്ടി സോഡാപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തില്ലെങ്കിൽ അവിടെ എവിടെയും സോഡാപ്പൊടിയുടെ മയം ഇരുന്നിട്ട് നമ്മളപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി മഞ്ഞ കളറാകും കേട്ടോ. അപ്പോഴത്തേന് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ കടല ദേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടലക്കറി അടുപ്പിലോട്ടാക്കാം. ഞാനിന്ന് വറുത്തരച്ചല്ല കേട്ടോ കടലക്കറി വെക്കുന്നത്, അല്ലാതെ സാധാ എനിക്ക് എളുപ്പപ്പണി ഇങ്ങനെയാണ് കേട്ടോ കടലക്കറി വെക്കാനായിട്ട്. കടല നമ്മൾ വറുത്തരച്ച് വെക്കണമെങ്കിൽ തേങ്ങ ഒക്കെ പിന്നെ തിരുകി അത് വറുത്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു നേരം ആകത്തില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പം നോക്കി ഇങ്ങനെ കറി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചീനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കടല ഉണ്ടല്ലോ അതിനകത്തോട്ടൊന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ എണ്ണയൊന്ന് തിളഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്തടുപ്പിൽ അപ്പം ചുടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പം തന്നെ നല്ല സെറ്റായിട്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേനും അപ്പം എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചട്ടകം ഉണ്ടല്ലോ, ചട്ടകം വെച്ച് എടുത്തപ്പോഴത്തേക്ക് ഇളകി വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇളകി വന്നു കേട്ടോ. ഞാൻ പിന്നെ അപ്പം ചുട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി. നമ്മുടെ റിച്ചു രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം എനിക്ക് വിശക്കുന്നു ഉമ്മീന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരിക്കും, എൻ്റെ അപ്പം ചുടലും നടക്കും, നിനക്ക് വാരിത്തരലും നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവന് അപ്പവും വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ റിച്ചുവിനും റൈഹാനും ഒക്കെ ഉള്ള ഫുഡൊക്കെ ഞാൻ സ്കൂളിലേക്കുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ എല്ലാ പരിപാടിയും ഒറ്റടിയിൽ എന്താ പറയുക അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അവനിക്ക് ഫുഡ് വാരി കൊടുക്കുന്നതും നടക്കും, അവർക്ക് സ്കൂളിലേക്ക് ഫുഡ് എടുത്തു വെക്കുന്നതും നടക്കും, നമ്മുടെ അപ്പം ചുടലും നടക്കും, എല്ലാം ഒരടിക്ക് നടക്കുമല്ലോ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറുമ്പിപ്പൂച്ചയ്ക്ക് ഇക്ക പാൽ കൊടുക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഭയങ്കര കുറുമ്പായിട്ട് വരുവാണ് കേട്ടോ. കേറടി, കേറിക്കേ കേറിക്കേ. ലുലു ചാടി കയറിക്കേ, ചാടി കയറ്, കയറി ചാടി. എങ്ങനെ കയറുന്നേ? ചാടി കയറിക്കേ, കയറ്, കയറ്. അങ്ങനെ ഒന്നുകൂടെ കയറിക്കേ, ചാടിക്കേ ചാടിക്കേ. അങ്ങനെ 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 അങ്ങനെ. അപ്പോൾ നമ്മുടെ റിച്ചു ഇന്നലെ ഹോംവർക്ക് എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്നു ഉമ്മീന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെയാണ് കേട്ടോ നമ്മുടെ റിച്ചു ഹോംവർക്കൊക്കെ എഴുതുന്നത്. ഏതക്ഷരം എഴുതുന്നു? പറഞ്ഞെഴുതു, പറഞ്ഞെഴുതു. എന്തായാലും നമ്മുടെ റൈഹാനും റിച്ചുമൊക്കെ സ്കൂളിൽ പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെന്ന് കഴുകി വെക്കാനായിട്ട്. ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ, 2-3 പാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കത്തിക്കാനായിട്ട് നോക്കിയിട്ട് തീ കത്തുന്നില്ല കേട്ടോ. കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ തീയാണെങ്കിൽ അണഞ്ഞണഞ്ഞ് പോവാണ് കേട്ടോ. പിന്നെ 3-4 പ്രാവശ്യം കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ പേപ്പർ കത്തി കിട്ടിയത്. അങ്ങനെ പിന്നെ ഞാൻ ചൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഒറ്റയുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ തീ ഒന്ന് നന്നായിട്ടൊന്ന് കത്തിപ്പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തഴക്കലം പൊക്കി അങ്ങ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമ്മുടെ വെള്ളം അവിടെ നിന്ന് ചൂടാവുമല്ലോ. അത് കഴിയുമ്പോൾ വെള്ളം ചൂടാക്കി കഴിയുമ്പോഴേക്ക് നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ അരിയൊക്കെ അടുപ്പിലിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ വന്നത് നമ്മുടെ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യാനാണ്. നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ അരപ്പൊക്കെ വീണ് ഇരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി. പിന്നെ നമ്മുടെ പാചകം ഒന്ന് ക്ലീൻ ചെയ്ത് താഴോട്ടിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറം ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമ്മുടെ റൂമൊക്കെ ഞാൻ തൂത്ത് നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ അടുക്കളയുടെ പാദവും കൂടെ ഒന്ന് ഒതുക്കി താഴോട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് തൂത്ത് മാറ്റാമല്ലോ. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ
എനിക്ക് കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അങ്ങനെ ഞാൻ തുണി കഴുകാൻ പോയ സമയം കൊണ്ട് തന്നെ ഉമ്മ മുളക് കറി വെച്ചു. പിന്നെ നമുക്ക് അവിയലിനുള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എൻ്റെ തുണി കഴുകലെല്ലാം കഴിഞ്ഞ് വന്നു. നമ്മുടെ അടുക്കള ദേണ്ട ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടത്. നമുക്കിനി അവിയൽ മാത്രം വെച്ചാൽ മതി, അത് ഗ്യാസിനകത്തോട്ട് വെക്കാം. മീൻകറി ഉമ്മ അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറിനകത്ത് നമ്മുടെ പച്ചക്കറി എല്ലാം ഇട്ടിട്ട് അരപ്പും അതിനകത്തിട്ട് കുറച്ച് കട്ടത്തൈര് കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ മൂടി വെക്കുകയാണ് കേട്ടോ. ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ അവിടെ റെഡിയാവും. ദേണ്ട ഉമ്മ നല്ല സൂപ്പർ മുളക് കറി, കൊച്ചുമത്തിയുടെ മുളക് കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് കൊച്ചുമത്തി നമ്മൾ പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് അന്നേരം മുളക് കറിയും പച്ചമോരും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചായിരുന്നു കേട്ടോ ഈ മോര്. അതിനകത്ത് നമ്മളില്ല മുന്തിരിമുളക് ഉണ്ടല്ലോ, അതും കുറച്ച് അരിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഇക്കായ്ക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. അങ്ങനെ ഇക്കായ്ക്ക് ചോറെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറിട്ടു, പിന്നെ അവിയലിടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പച്ചമോരിനകത്ത് ദേണ്ട കണ്ടോ മുന്തിരി കളറിലെ മുളകാണ് കേട്ടോ. മുന്തിരി പോലെ തന്നെ ഇരിക്കും കേട്ടോ. മുന്തിരി മുളകും കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല സൂപ്പർ മോരും. പിന്നെ നമുക്ക് നല്ല സൂപ്പർ അടിപൊളി മത്തി, കൊച്ചുമത്തി ആണെങ്കിലും ഇന്നത്തെ കൊച്ചുമത്തി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ അതും മുളക് കറിയും പിന്നെ നമ്മൾ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റൈഹാനെ റിച്ചുവിനെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കടിഞ്ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പ് വടയും മുട്ട ബജിയും തക്കാളി സോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടൻ ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടോ. ഉമ്മായിക്കും ഇക്കായ്ക്കും ഉള്ളത് മാറ്റിയതിന് ശേഷം എനിക്കും റൈഹാനും റിച്ചുവിനും വാപ്പായ്ക്കും ഒക്കെ മധുരമൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് റിച്ചുവിനെ ട്യൂഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റിച്ചുവിനെ ട്യൂഷന് വിളിക്കാൻ പോയപ്പോഴത്തേക്കും ടീച്ചറമ്മയുടെ വാതിക്കൽ കുറച്ച് കല്ലിട്ടിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ നടക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം ഈ കല്ലിക്കൂടാണ് എല്ലാവരും നടക്കുന്നത് കേട്ടോ. അതിനകത്തൂടെ അവന് 1 2 എണ്ണി കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം റിച്ചുവിനെ ട്യൂഷൻ വിളിച്ച് വന്നപ്പോഴത്തേക്കും റൈഹാന് ട്യൂഷൻ സമയമായിട്ടോ. അങ്ങനെ റിച്ചുവായിട്ട് റൈഹാനെ ട്യൂഷനാക്കാൻ പോയിട്ടോ. ഈ 2 കാക്കകൾ സ്ഥിരം നമ്മുടെ ലൈൻ കമ്പിയിലുള്ള കേട്ടോ. രാത്രി ആയാലും അവർ പോകാറില്ല കേട്ടോ, അവിടെ തന്നെ കാണും. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് തുണിയുണ്ട്, 2 ദിവസത്തെ തുണിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മഴ കാരണം തുണി ഉണങ്ങി കിട്ടാനായിട്ട് പാടായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും നമ്മുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനത് കൈയോടെ എല്ലാം സെക്ഷനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. യൂണിഫോം വേറെ അങ്ങനെ എല്ലാം മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇക്കതേണ്ട നമ്മുടെ റിച്ചുവിന് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് കട്ടിലയിലോട്ട് കടത്താൻ പോയപ്പോഴത്തേക്ക് അവന് ഉറങ്ങണ്ട, വാപ്പിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ചോദിക്കുകയാണ് നീ എന്താ അവിടെ പൂച്ചക്കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്ക അവനെയും കൊണ്ട് സിറ്റ് ഔട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ തുണിയെല്ലാം സെക്ഷൻ എല്ലാം മടക്കി വെച്ചിട്ട് എല്ലാം എടുത്ത് ഞാൻ ഷെൽഫിലും അലമാരിയിലും ഒക്കെ വെക്കാനുള്ള എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിച്ചു ഇക്കായുടെ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പാപ്പായും മോനൂടെ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും എന്തെയ്യണ്ട് കോൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് വേണമെന്ന് പോയപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇക്കായ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എലൈറ്റിൻ്റെ ബൺ റോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എലൈറ്റിൻ്റെ തന്നെ ചോക്കോ ബ്രൗണി ഉണ്ടല്ലോ, അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുർക്കുറെ വാങ്ങിക്കാൻ മറന്നു പോയെന്നും പറഞ്ഞ് വീണ്ടും പാപ്പായും മോനോട് കടയിൽ പോയി കുർക്കുറയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചോക്കോ ബ്രൗണി കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ഒരു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ള. ടാറ്റാ ബൈ ബൈ, സീ യു.